ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വാഴക്കൂമ്പ് തോരൻ എങ്ങനെ വെക്കും നോക്കാം. ഇതിപ്പോൾ എനിക്കിന്ന് 2 വാഴക്കൂമ്പ് നമ്മുടെ തന്നെ പറമ്പിൽ നിന്ന് 2 വാഴയിൽ നിന്നായിട്ട്, അതായത് ഏത്തവാഴയുടെ വാഴക്കൂമ്പാണ്. നല്ല ടേസ്റ്റുള്ള വാഴക്കൂമ്പാണ്. ഏത്തവാഴയുടെയും പിന്നെ പാളയംതോടൻ, പിന്നെ നമ്മുടെ രസകദളി അങ്ങനെയുള്ള കൂമ്പുകളെല്ലാം നല്ല ടേസ്റ്റാണ്. ഇതിനെല്ലാത്തിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് ഏത്തവാഴയുടെ. അപ്പോൾ എനിക്ക് ഇവിടെ 3-4 ഏത്ത കൊല ഒരുമിച്ച് തന്നെ പിടിച്ചതാണ്. അപ്പോൾ ഇതിനു മുമ്പ് 2 എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ട് കൊമ്പ് ഒരുമിച്ച് കിട്ടിയത് കൊണ്ട് അത് ഉടനെ തന്നെ അതങ്ങ് തോരൻ വെക്കുകയാണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കും. ഇതിനു മുമ്പ് ഞാൻ ഇതേ തോരൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും വ്യത്യസ്തമായ രീതിയിലാണ് ഇന്നിപ്പോൾ ചെയ്യുന്നത്. എല്ലാം ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നേരത്തേക്കാളും വ്യത്യസ്തമായ രീതിയിൽ കുറച്ചുകൂടിയൊക്കെ ചേഞ്ച് ഉണ്ട് ഇന്നത്തതിൽ. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂമ്പിൻ്റെ പുറത്തെ തോടുകളെല്ലാം ഇളക്കി മാറ്റുന്നുണ്ട്. മാറ്റിയിട്ട് നമുക്ക് അകത്തുള്ള വൈറ്റ് കളർ പാർട്ട് വരുന്നത് മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി. ചെറിയ രീതിയിലൊരു പിങ്ക് കളർ ഷെയ്ഡ് വന്നാലും കുഴപ്പമില്ല. അതുപോലെ നമ്മുടെ ആ ഒരു ഇതിൻ്റെ പൂവെല്ലാം ഫുള്ളും പോകണം. ഏത്തവാഴയുടെ പൂവിൻ്റെ അകത്തുള്ള നമ്മൾ ഇതിൻ്റെ ഇതളുകളെല്ലാം ഇളക്കി മാറ്റുമ്പോൾ അതിനകത്തുള്ള തേൻ കുടിക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഫുള്ളും ഇളക്കി മാറ്റണം. ഇപ്പോൾ ഒന്നിലും തേനൊന്നുമില്ല. മുമ്പൊക്കെ നമ്മൾ ഇതിൻ്റെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഓട്ടം. കൊല വന്നു കഴിഞ്ഞാൽ ഉടനെ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ തേൻ വന്നിട്ടുണ്ടോ എന്നറിയാം. ഇപ്പോൾ അങ്ങനെയൊന്നും കണ്ടില്ല. ഇപ്പോൾ അണ്ണാനൊക്കെ തന്നെ നേരത്തെ തീർക്കും. അപ്പോൾ ഞാൻ എല്ലാം ഇളക്കി മാറ്റിയിട്ട് വളരെ നൈസായിട്ട് നല്ല രീതിയിൽ നമ്മൾ തോരൻ എങ്ങനെയാണ് കുരുമുന അരിയുമല്ലോ, അതുപോലെ 4 കട്ട് ചെയ്ത്, എന്നിട്ട് അതിനുശേഷം കുരുമുന നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ച് നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ഇത് ഏറ്റവും കൂടുതൽ അയൺ റിച്ച് ആയിട്ടുള്ള ഈ ഒരു കൂമ്പിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. അത് അത്രയ്ക്കും ഒരുപാട് നമുക്ക് ഫൈബറും അയണും അതുകൊണ്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് അത്രയ്ക്കും വളരെ നല്ല ഹൈ ആയിട്ടുള്ള വൈറ്റമിൻസാണ് എല്ലാം ശരീരത്തിന് ആവശ്യമുള്ളതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും. അപ്പോൾ ഞാനെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു കറയുണ്ട്, അത് പോകാനായിട്ട് കയ്യിൽ അല്പം എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് 2 കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. നന്നായിട്ട് തിരുമുമ്പോൾ അതിൽ നിന്നൊരു വല പോലൊരു സംഭവം വരും. അതിൻ്റെ ആ ഒരു നൂല് പോലെ നമ്മുടെ ഒരു അരക്ക് പോലത്തെ ഇതാണ്. അത് ഫുള്ളും അങ്ങ് മാറ്റിയതിന് ശേഷം ഇനി ഇത് വെള്ളത്തിലിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിട്ട് നന്നായിട്ട് കഴുകി നമുക്ക് അതിൻ്റെ വെള്ളം മാറുന്നു പോകാനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാം. നിങ്ങൾ വാഴക്കൂമ്പ് കിട്ടുമ്പോൾ ഇതുപോലെ തോരൻ വെച്ച് കഴിക്കണം കേട്ടോ. നമ്മളിത് പുറത്ത് വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയപ്പോൾ ഒരു വാഴക്കൂമ്പിന് 200-250 പല റേറ്റാണ്. 150 അങ്ങനെ പല രീതിയിൽ, ചെറുതും വലുതിനൊക്കെ ഭയങ്കര റേറ്റാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ തന്നെ വലിയ മാളുകളിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ഭുതമാണ്. കാരണം നമ്മുടെ വീട്ടിലെ പരിസരത്ത് ഇത്രയും വളരെ സുലഭമായിട്ട് കിട്ടുന്നത് സൂപ്പർ മാർക്കറ്റുകളിൽ വളരെ വില കൊടുത്ത് ആൾക്കാർ വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഉപയോഗം അത്രയ്ക്കും അതിൻ്റെ ഗുണങ്ങളുള്ളത് കൊണ്ടാണ് അങ്ങനെ വാങ്ങുന്നത്. ഞാനത് കട്ട് ചെയ്ത് കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ഞാനൊരു ചെറിയൊരു ചട്ടി അടുപ്പ് വെച്ചിട്ട് അതിൽ ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കടുക്, ജീരകം ഇത് രണ്ടും നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഞാൻ അല്പം നമ്മുടെ ഒരു 2 സ്പൂൺ ഉഴുന്നാണ് ചേർത്തിട്ടുള്ളത്. ഉഴുന്ന് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയാണ്. വാഴക്കൂമ്പ് ഏത് തോരനായാലും വെജിറ്റബിളിൻ്റെ ഏത് തോരൻ വെച്ചാലും നമുക്ക് ഈ ഉഴുന്ന് അല്പം ചേർക്കുമ്പോൾ നല്ല മണവും നല്ല രുചിയാണ്. അതിനുശേഷം ഞാൻ കുറച്ച് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ചുമന്ന പച്ചമുളകാണ് പഴുത്തത്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു സവാള ചെറുതായിട്ട് അല്ലെങ്കിൽ ചെറിയ ഉള്ളി പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒരു 10 ചെറിയ ഉള്ളിയാണെങ്കിൽ അതായാലും മതി. അതാണ് ഏറ്റവും നല്ലത്. എനിക്കിപ്പോൾ അതിനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് ഒരു സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ എല്ലാം കൂടെ തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അവർക്ക് ഇതുപോലെ വാഴക്കൂമ്പ് തോരൻ വയ്ക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് ഈ രീതിയിലൊന്ന് ഇപ്പോൾ നമ്മൾ കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഒത്തിരി ഉപകാരപ്പെടും. ഇത് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനുശേഷം ആ സവാളയിലേക്ക് തന്നെ അല്പം മഞ്ഞൾപ്പൊടികൾ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ഇനി കട്ട് ചെയ്ത് കഴുകി വെച്ചേക്കുന്ന വാഴക്കൂമ്പും അതിലേക്ക് ചേർക്കാം. ഇത് രണ്ട് വാഴക്കൂമ്പ് അരിഞ്ഞെടുത്തപ്പോൾ ഇതിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് ഒരു വാഴക്കൂമ്പ് അരിഞ്ഞെടുത്തപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം കഴുകി വൃത്തിയാക്കിയപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഒരു വാഴക്കൂമ്പ് വലുതായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഞാനിപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആവി അടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ചൂട് തട്ടുമ്പോൾ തന്നെ അതെല്ലാം സോഫ്റ്റായിട്ടുള്ള അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷം തുറന്നെടുക്കുമ്പോൾ ഇപ്പം തന്നെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. 2 മിനിറ്റ് മാത്രമേ ഞാനത് അടച്ച് വെച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. നല്ല ടേസ്റ്റാണ് മുട്ടയെ പൊട്ടിച്ചൊഴിച്ച് ചെയ്താൽ. ഞാനിപ്പോൾ അതിൽ 4 സൈഡും ഒന്ന് വകഞ്ഞ് വെച്ചതിന് ശേഷം മധ്യത്തായിട്ട് അല്പം തേങ്ങയും അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് ഫുള്ളായിട്ട് ആ തേങ്ങ മൂടി വയ്ക്കുന്ന രീതിയിൽ ഒന്ന് അടച്ച് വെച്ചേക്കാം. തേങ്ങ നമ്മളിപ്പം ഇതിന് വേണ്ടിയിട്ട് ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല നൈസായിട്ട് നമുക്ക് ചിരകി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് അപ്പോൾ കുക്കായി വരുമ്പോൾ തേങ്ങ ഉണ്ടെന്ന് പോലും അറിയില്ല ഇതിൽ. അത്രയ്ക്ക് നന്നായിട്ട് കുക്കായി വരും. ഇത് വളരെ എളുപ്പത്തിന് നമുക്കൊരു തോരൻ വെച്ചെടുക്കാം. വെജിറ്റബിൾ ഏത് ചെയ്താലും നമുക്ക് ഇങ്ങനെ തന്നെ തോരൻ അരയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതുപോലെ ചെയ്താൽ മതി. ചിരകിയെടുക്കുന്ന ആ രീതി അനുസരിച്ചിരിക്കും. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഏകദേശം എൻ്റെ വാഴക്കൂമ്പ് തോരൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ രീതിയിൽ കുക്ക് ചെയ്ത് കഴിച്ചാൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. ഈ ഒരു തോരൻ മാത്രം മതി സത്യം പറഞ്ഞാൽ ചോറ് കഴിക്കാനായിട്ട്. കാരണം ഇതിൻ്റെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ മറ്റെന്ത് കറികളുണ്ടെങ്കിലും നമുക്ക് ആ കറി എടുത്ത് കഴിക്കാൻ തോന്നില്ല. ഇത് മാത്രം മതി തോരൻ ചോറിൽ കുഴച്ച് കഴിക്കാനായിട്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും.